ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് റോമാലേഖനത്തിൽ നിന്നാണ് ധ്യാനിച്ചു വരുന്നത്. അതിൻ്റെ 1-ാം അധ്യായം 8 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിച്ചു. തുടർന്ന് 9 മുതലുള്ള വാക്യങ്ങൾ, അതിൻ്റെ 16 വരെയുള്ള വാക്യങ്ങളിൽ ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശമെന്താണ് എന്നാണ് ആ ഭാഗത്ത് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിൽ നിന്നും റോമിലെ വിശ്വാസികൾക്ക് എഴുതുന്ന ഈ റോമാലേഖനത്തിൽ താൻ എഴുതിയ ലേഖനത്തിൻ്റെ ഉദ്ദേശമെന്താണ്, എന്തിനാണ് താൻ എഴുതുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ആ കാര്യം മനസ്സിലാകും, ഏതുദ്ദേശത്തിൽ താൻ എഴുതുന്നു എന്നുള്ളത്. ഞാനതിൻ്റെ 9, 10 വാക്യങ്ങൾ വായിക്കുന്നു. റോമാലേഖനം 1-ന്റെ 9, 10 വാക്യങ്ങൾ. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഈ വാക്യങ്ങളിൽ പ്രധാനമായിട്ട് താൻ എടുത്ത് പറഞ്ഞിരിക്കുന്ന വാക്കാണ് അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണം. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുക, ദൈവപുത്രനെക്കുറിച്ച് ലോകം മുഴുവനും അറിയിക്കുക, അതാണ് സുവിശേഷം. യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതാണ്, യേശുക്രിസ്തു ചെയ്ത രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുന്നതാണ് സുവിശേഷം എന്ന് അപ്പോസ്തലൻ നന്നായി അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇവിടെ താൻ പറയുകയാണ് അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണം എന്നാണ്. നാം ദൈവത്തെ കണ്ടിട്ടില്ല, എന്നാൽ ദൈവപുത്രനെ മനുഷ്യൻ കണ്ടിട്ടുണ്ട്. ദൈവപുത്രനെ കണ്ടവൻ കർത്താവ് പറഞ്ഞതനുസരിച്ച് ദൈവത്തെ കണ്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് പുത്രനെക്കുറിച്ചുള്ള സൽഗുണങ്ങളെ ഘോഷിക്കുന്നത് പിതാവിനെ മഹത്വപ്പെടുത്തുന്ന കാര്യമാണ്. പുത്രനെ ആരാധിക്കുന്നതിലൂടെ പിതാവാണ് മഹത്വപ്പെടുന്നത്. അഥവാ പുത്രനെ ആരാധിക്കുമ്പോൾ അതിൽ പിതാവിനെ ആരാധിക്കുന്നു എന്നുള്ള അർത്ഥം ഉൾക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന എന്നതിൻ്റെ കൂടുതൽ ശരിയായ വാക്ക്, അതിൻ്റെ പ്രയോഗം ഞാൻ എൻ്റെ ആത്മാവിൽ സേവിക്കുന്ന ദൈവം എന്നാണ്. നാം കർത്താവിനെ സേവിക്കേണ്ടത് ആത്മാവിലും അതുപോലെ തന്നെ ആത്മാർത്ഥതയിലുമായിരിക്കണം. അത് ആത്മാർത്ഥതയോടുകൂടിയ നിലവാരമായിരിക്കണം നമ്മുടേത്. പുറമേ കാണിക്കുവാനായിട്ടുള്ളതൊന്നല്ല, അത് ആത്മാവിൽ ഉള്ളതായിരിക്കണം. ഇവിടെ ആരാധിക്കുക എന്ന്, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന എന്ന ആ വാക്ക് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ഒറിജിനൽ ഗ്രീക്ക് പദം ലാട്രിയോ എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം സേവിക്കുക, ടു സേവ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ വാക്ക് റോമാലേഖനം, ഇതേ വാക്ക് തന്നെ, ഈ ലാട്രിയോ എന്ന വാക്ക് റോമാലേഖനവും 9-ന്റെ 4-ലും 12-ന്റെ 1-ലും ആരാധന എന്നുള്ള വാക്കായിട്ട് തന്നെ മലയാളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം സേവിക്കുക എന്നാണ്. അതായത് പ്രായോഗികമായിട്ട് പ്രവർത്തികളിലൂടെ ദൈവത്തെ സേവിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. 11-ും 12-ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്തിൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് കാണുവാൻ വാഞ്ചിക്കുന്ന കാര്യം പറയുകയാണ്.
അതിലൊന്ന്, ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. വരം നൽകുന്നത് ദൈവമാണെന്ന് നമുക്കറിയാം. ഓരോരുത്തർക്കും വരം വിഭജിച്ച് കൊടുത്തിരിക്കുന്നത്. 1 കൊരിന്ത്യർ 12:28 അത് കാണാം. ദൈവമാണ് വരം വിഭജിച്ച് നൽകുന്നത്. വരം കൊടുക്കുന്നത് ദൈവമാണ്. പക്ഷേ അത് ആർക്കാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണെന്നുള്ളത് വിഭജിച്ച് പകുത്ത് അത് ഓരോരുത്തർക്കും വിഭജിച്ച് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. 1 കൊരിന്ത്യർ 12:11 അത് കാണാം. വരം നൽകുന്നത് പൗലോസല്ല എന്നർത്ഥം. വരം നൽകുന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അത് വിഭജിച്ച് നൽകുന്നത്. അടുത്ത വാക്യത്തിൽ അതുകൊണ്ടാണ് അതിൻ്റെ വിശദീകരണം പറഞ്ഞിരിക്കുന്നത്. അതായത്, എനിക്കും നിങ്ങൾക്കും ഒരുമിച്ച് ആശ്വാസം ലഭിക്കേണ്ടതിന് നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വല്ല ആത്മീക വരവും തരുമ്പോൾ അതിൽ കൂടി നന്മയുണ്ടാകുന്നത് എനിക്കും നിങ്ങൾക്കുമാണ്. അപ്പോൾ ആ ആത്മീക വരം പൗലോസിൻ്റെ കയ്യിൽ നിന്ന് തരുന്നതല്ല എന്നവിടെ അർത്ഥമാകുകയാണ്. അത് പൗലോസിനും മറ്റുള്ളവർക്കും ആത്മീകമായിട്ടുള്ള അനുഗ്രഹത്തിന് കാരണമാകണമെങ്കിൽ അത് ദൈവത്തിൽ നിന്നും പൗലോസിനും അവിടെയുള്ള ദൈവജനത്തിനും ഒരുപോലെ ലഭിക്കേണ്ടതാണ്. അപ്പോൾ ആ ദൈവത്തിൽ നിന്നും ലഭിക്കുന്നതായിരിക്കുന്ന ആ അനുഗ്രഹം, ആ വരം, അത് നിമിത്തം എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാനായിട്ട് വാഞ്ചിക്കുന്നു എന്നാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ആ നിത്യരക്ഷയുടെ സ്ഥിരീകരണം, അത് ക്രിസ്തീയ ജീവിതത്തിലെ തത്വങ്ങളും അതുപോലെ റോമിലെ വിശ്വാസികളുമായിട്ട് ആ കാര്യങ്ങൾ, സുവിശേഷത്തിൻ്റെ മർമ്മം അത് പങ്കിടുമ്പോൾ അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ അവരുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണത്തിന്, അവരുടെ നിലനിൽപ്പിനും അത് കാരണമായിട്ട് തീരുന്നു. അത് അവർക്ക് മാത്രമല്ല, ദൈവവചനം സംസാരിക്കുന്ന പൗലോസിനും അത് ആശ്വാസത്തിനും ഗുണത്തിനും കാരണമായി തീരും എന്നാണ് കാണുന്നത്. ഒരുമിച്ച് ആശ്വാസം ലഭിക്കേണ്ടതിന് ദൈവവചനം ദൈവത്തിൻ്റെ വചനമാണ്. അതാര് സംസാരിച്ചാലും ശരി, ആ സംസാരിക്കുന്ന ആളിൻ്റെ വകയല്ല. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്ന ഈ ആത്മീക വരം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ, പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്നതായ ആലോചനകൾ, അത് റോമിലുള്ള വിശ്വാസികൾക്ക് പങ്കിട്ട് കൊടുക്കുമ്പോൾ ദൈവവചന പ്രഘോഷണത്തിലൂടെ അവർക്ക് നൽകുമ്പോൾ അത് മുഖാന്തരം അവർക്കും പൗലോസിനും ഒരുപോലെ ആ വചനത്താലുള്ള ആശ്വാസം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നീതീകരിക്കപ്പെട്ട ഒരു നീതിമാൻ, അവൻ ജീവിക്കുന്നത് വിശ്വാസത്താൽ ആകുന്നത് പോലെ റോമിലുള്ള വിശ്വാസികൾക്കും ആ അനുഭവം അല്ലെങ്കിൽ ആ ആത്മീക വരം ഉണ്ടായിട്ട് അവരോടൊന്നിച്ച് അതേ വിശ്വാസത്തിൽ അവരോടുകൂടെ ആശ്വാസമുണ്ടാകേണ്ടതിന് പൗലോസ് റോമിലുള്ള വിശ്വാസികളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു, വാഞ്ചിക്കുന്നു. അതല്ലെങ്കിൽ പൗലോസ് റോമിലുള്ള ദൈവജനത്തിന്, റോമിലുള്ള വിശ്വാസികൾക്ക് ദൈവവചന സത്യങ്ങളെ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, പുതിയ നിയമ സ്ഥലം സഭകളിൽ ഉള്ള വിശ്വാസികൾ, പ്രത്യേകിച്ച് ആദിമ നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിലും അതുപോലെ യെരുശലേമിലും അതിന് ചുറ്റുമുള്ള പല സ്ഥലങ്ങളിലും ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിച്ചിട്ടുള്ള വ്യക്തി അപ്പോസ്തലനായ പൗലോസാണ്. പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത പരിജ്ഞാനം, സ്വർഗീയ ജ്ഞാനം, അത് മുഖാന്തരമാണ് പൗലോസ് ഇത്രയധികം ലേഖനങ്ങൾ എഴുതി ഈ സഭകൾക്ക് അയക്കുവാനായിട്ടുള്ള കാരണം. അത് ദൈവത്താൽ സംഭവിച്ചതാണ്. പത്രോസ് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ നിർമ്മിത കഥകളെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇത് നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ അറിയിക്കുന്നത്, നിങ്ങൾക്ക് എഴുതുന്നത്. പിന്നെയോ ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ആ
അവൻ വിശുദ്ധ പർവ്വതത്തിലായിരുന്നപ്പോൾ അവൻ തേജസ്കരിക്കപ്പെട്ട് ഞങ്ങളുടെ മുമ്പിൽ എങ്ങനെ അവൻ്റെ മഹിമ വെളിപ്പെട്ടു. മാത്രമല്ല, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, പിതാവിൻ്റെ ശബ്ദം, അത് ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുക എന്നുള്ള ശബ്ദം. ഞങ്ങൾ അത് കേൾക്കുകയും അവൻ്റെ മഹിമ കാണുകയും ചെയ്ത സാക്ഷികളാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്നത് വെറുതെ പറയുന്നതല്ല, ഞങ്ങളുടെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല, നിർമ്മിത കഥകളല്ല. എന്നതുപോലെ തന്നെ ഇവിടെ പൗലോസിന് ലഭിച്ചിരിക്കുന്ന സ്വർഗീയമായിരിക്കുന്ന ആ മാർമിക വിഷയങ്ങൾ, സഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കർത്താവ് അവന് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ആ അറിവ് മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം പൗലോസ് വാഞ്ചിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആഗ്രഹം തന്നെ ആയിരിക്കണം വചനം ശുശ്രൂഷിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കേണ്ടത്. ദൈവവചനം നമുക്ക് എങ്ങനെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നുവോ, ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ എങ്ങനെ നമുക്ക് വചനം വെളിപ്പെടുത്തി തന്നിരിക്കുന്നുവോ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാതെ, അതിലൊട്ടും കുറച്ചു കളയാതെ, അതങ്ങനെ തന്നെ വേണം മറ്റുള്ളവർക്കും നാം അത് പകുത്ത്, ദൈവം നമ്മെ ആ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ പകുത്ത് കൊടുക്കേണ്ടത്. അല്ലാതെ മറ്റ് കയ്യിൽ നിന്നിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്ത കാര്യങ്ങൾ ഇതിനോടുകൂടി കൂട്ടിക്കലർത്തിയോ അല്ല ദൈവവചനം നാം അറിയിക്കേണ്ടത്. ദൈവവചനം യഥാർത്ഥമായിട്ട് ദൈവത്തിൽ നിന്നും വന്നിട്ടുള്ള വചനങ്ങൾ, ദൈവാത്മാവിൽ രേഖപ്പെടുത്തി കിട്ടിയ ദൈവവചനം അവണ്ണം തന്നെ നാം ആത്മീക നന്മയ്ക്ക് വേണ്ടി സഹവിശ്വാസികൾക്ക് പകുത്തു കൊടുക്കേണ്ടത് ആണ്. അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത് 15-ാം വാക്യത്തിൽ, എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു എങ്കിലും 13-ാം വാക്യമാണ്. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു എങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ പറയുവാൻ ഞാൻ പലപ്പോഴും വിചാരിച്ചിരുന്നു എങ്കിലും അത് സാധിക്കാതെ പോയി, അതിന് മുടക്കം വന്നിട്ടുണ്ട് എന്നാണ്. ഈ റോമിലുള്ള വിശ്വാസികൾ പലരും പൗലോസിൻ്റെ പ്രസംഗത്താൽ രക്ഷിക്കപ്പെട്ട് സഭാംഗങ്ങളായി വന്നിട്ടുള്ളവരാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, റോമൻ സാമ്രാജ്യത്തിൽ സകലയിടങ്ങളിലും സഞ്ചരിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അക്കാലത്തുണ്ടായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൽ എവിടെയും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഈ റോമിൽ നിന്നും ഉള്ള അനേക ആളുകൾ ഏഷ്യ മൈനറിലും അതുപോലെ ഗ്രീസിലും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുകയും അവിടങ്ങളിൽ പലയിടങ്ങളിലും റോമൻ കോളനികൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടൊക്കെ റോമിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾ വരികയും ഈ പൗലോസിൻ്റെ പ്രസംഗം പല ഭാഗങ്ങളിൽ നിന്ന് എഫേസോസ്, തെസ്സലോനിക്ക, അതുപോലെ ഫിലിപ്പിയ മുതലായിരിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ചൊക്കെ അവർ കേട്ട് രക്ഷയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ധാരാളം ഈ റോമിലെ സഭയിലുണ്ട്. റോമാലേഖനം 16-ാം അധ്യായം നാം വായിക്കുമ്പോൾ, ഒടുവിലത്തെ അധ്യായം, അവിടെ വ്യക്തിപരമായിട്ട് 28 പേരുടെ പേരുകൾ എടുത്ത് അപ്പോസ്തലനായ പൗലോസ് അവർക്ക് വന്ദനം ചെയ്യുന്നുണ്ട്. അത് കാണിക്കുന്നത് എന്താണ്? അവരെ വ്യക്തിപരമായിട്ട് പൗലോസിന് അറിയാം. പൗലോസിന്റെ ചാർച്ചക്കാരും ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ ഇവരൊക്കെയും നേരത്തെ തന്നെ പൗലോസിനെ മുമ്പ് കണ്ടിട്ടുള്ളവരാണ്. അവനിൽ നിന്ന് വചനം കേട്ടിട്ടുള്ളവരും പലരും രക്ഷ പ്രാപിച്ചിട്ടുള്ളതും അവന്റെ വചനം മൂലമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ
മറ്റ് ജാതികളിൽ ഉണ്ടായിട്ടുള്ള ഫലങ്ങൾ, ആ ഫലങ്ങൾ നിങ്ങളിലും ഉണ്ടാകുവാൻ തക്കവണ്ണം നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ നിങ്ങളുടെ അടുക്കൽ വരുവാനായിട്ട് ഞാൻ വാഞ്ചിക്കുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു, പലപ്പോഴും വരണമെന്ന് വിചാരിച്ചു, എങ്കിലും പലപ്പോഴും അതിന് മുടക്കം വന്നു എന്ന് ആണ് പൗലോസ് ഇവിടെ പറയുന്നത്. എന്താണ് ഈ ആത്മീയ ഫലങ്ങളെന്ന് നമുക്കറിയാം. ആത്മീയമായ ഫലങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് ഗലാത്യ ലേഖനത്തിൽ ആത്മീയ ഫലങ്ങളെക്കുറിച്ച്. അതിൻ്റെ 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ ആത്മീയ ഫലങ്ങൾ എന്ന് പറഞ്ഞു 9 ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് അത് നാം പഠിക്കുമ്പോൾ ആ ഫലങ്ങൾ മൂന്നായിട്ട് അതിനെ തരംതിരിക്കാം. 3 കുലകളിലായിട്ട് ഒരു തണ്ടിൽ നിൽക്കുന്ന ഫലം പോലെ അതിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു തണ്ടിൽ തന്നെ 3 കുലകളായിട്ട് കാണപ്പെടുന്ന ഫലങ്ങളാണ് ആ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് വായിച്ചപ്പോൾ അങ്ങനെ തോന്നുവാൻ ഇടയായിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ കുലയിൽ കാണുന്നത് 3 പഴങ്ങളാണ്, 3 ഫലങ്ങളാണ്. എന്താണത്? ആദ്യത്തെ കുലയിൽ സ്നേഹം, സന്തോഷം, സമാധാനം എന്നിവയാണ്. ഈ 3 ഫലങ്ങൾ, ഈ സ്നേഹം, സന്തോഷം, സമാധാനം, ഈ 3 ഫലങ്ങൾ നമുക്ക് ദൈവത്തിൽ നിന്നും നേരിട്ട് കിട്ടിയിട്ടുള്ളതാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ദൈവം സ്നേഹം തന്നെ. നമ്മെ ആദ്യമേ സ്നേഹിച്ചത് ദൈവമാണ്. അതുപോലെ അവൻ്റെ സന്തോഷമാണ് നമ്മിൽ നിലകൊള്ളുന്നത്. ദൈവത്തിൽ നിന്ന് ലഭിച്ച ഫലങ്ങളാണിത്. അത് ഒരു വിശ്വാസിക്ക് എപ്പോഴും അവനിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ടാമത്തെ കുലയിൽ കാണുന്ന 3 ഫലങ്ങളെക്കുറിച്ച് വായിക്കുന്നത് അവ ദീർഘക്ഷമ, ദയ, പരോപകാരം എന്നീ 3 ഈ 3 ഫലങ്ങൾ നാം മറ്റുള്ളവർക്ക് നൽകേണ്ട ഫലങ്ങളാണ്. നമ്മിൽ നിന്ന് ദീർഘക്ഷമ കാണിക്കണം, ദയ കാണിക്കണം, പരോപകാരം ചെയ്യണം. അത് നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതായിരിക്കുന്ന ഫലങ്ങളാണ്. ആദ്യത്തേത് ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതാണ്. അതാ രണ്ടാമത്തത് ദീർഘക്ഷമയും ദയയും പരോപകാരവും. അത് നമ്മിൽ നിന്ന് പുറപ്പെടേണ്ടതും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടേണ്ടതുമായിരിക്കുന്ന ഫലങ്ങളാണ്, ആത്മീക ഫലങ്ങളാണ്. മൂന്നാമത്തെ കുലയിൽ കാണുന്നത് 3 ഫലങ്ങൾ. അതാണ് വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇവ എപ്പോഴും നമ്മിൽ തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് നമ്മുടെ പ്രയോജനത്തിനും വേണ്ടിയാണ്. നാം വിശ്വസ്തത ഉള്ളവരായിരിക്കണം, സൗമ്യതയുള്ളവരായിരിക്കണം, ഇന്ദ്രിയജയമുള്ളവരായിരിക്കണം. അപ്പോൾ ഈ ഫലങ്ങൾ നമ്മിലെപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഫലങ്ങളാണ്. ഇവയാൽ നമ്മുടെ ആത്മീക ആരോഗ്യം നിലനിർത്തുവാൻ സാധിക്കുന്നു. അതാണ് ആത്മീയ ഫലങ്ങൾ. തുടർന്ന് 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് പൗലോസ് 3 കാര്യങ്ങൾ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു പറഞ്ഞിരിക്കുന്നു. റോമർ 1:14 മുതൽ 16 വരെയുള്ള ആ 3 വാക്യങ്ങളിൽ അത് നാം ഇങ്ങനെ വായിക്കുന്നു: യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ എന്നാൽ ആവോളവും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. പിന്നെ 3-ാമത്തെ കാര്യം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. ഇപ്പോൾ പൗലോസ് പറയുന്ന ഈ 3 കാര്യങ്ങൾ തന്നോടുള്ള ബന്ധത്തിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്, സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ എനിക്ക് ലജ്ജയില്ല എന്നുള്ളതാണ്. 2, സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ ഞാൻ കടക്കാരനാണ്. 3-ാമത്, സുവിശേഷം അറിയിക്കുവാൻ ഞാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു.
നോക്കുക, ഈ മൂന്ന് കാര്യങ്ങളാണ് താന് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷം അറിയിക്കുവാന് എനിക്കൊരു ലജ്ജയുമില്ല. ആ സുവിശേഷം എല്ലാവരോടും പറയുവാനായിട്ട് ഞാൻ കടക്കാരനാണ്. ആ സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ ഞാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. പൗലോസ് എന്തുകൊണ്ടാണ് റോമിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ കാരണമാണ് ഈ മൂന്ന് വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് അതിൻ്റെ കാരണം? ഒന്ന്, സകല ജാതികളോടും സുവിശേഷം അറിയിച്ചതുപോലെ നിങ്ങളോടും അറിയിക്കുവാനായിട്ട് ഞാൻ കടക്കാരനാണ്. രണ്ട്, ആ സുവിശേഷം പറയുവാനായിട്ട് എനിക്ക് ലജ്ജയില്ല. മൂന്ന്, ആ സുവിശേഷം അറിയിക്കുവാനായിട്ട് ഞാൻ എപ്പോഴും ഒരുക്കമുള്ളവനായിട്ട് ഇരിക്കുന്നു. ഇതുകൊണ്ടാണ് താൻ റോമിലേക്ക് വരുന്നത് എന്നാണ് അവരോട് എഴുതി അറിയിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം, രക്ഷിക്കപ്പെട്ട വിശ്വാസികളോട് എന്തിനാണ് ഈ സുവിശേഷം പറയുന്നത്? സുവിശേഷം പറയേണ്ടത് രക്ഷിക്കപ്പെടാത്തവരോടല്ലേ, ജാതികളോടല്ലേ? അപ്പം ഈ റോമിലെ വിശ്വാസികൾക്ക് എഴുതുന്നത്, ഞാൻ നിങ്ങളോട് സുവിശേഷം അറിയിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു, ഒരുങ്ങിയിരിക്കുന്നു, ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല. എന്തിനാണ് വിശ്വാസികളോട് സുവിശേഷം അറിയിക്കുന്നത്? കാരണം വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടവരെങ്കിലും അവർക്കൊരു അവസ്ഥയുണ്ട്, അവർ ശിശുക്കളാണ്. വചനം കേട്ട് രക്ഷയിലേക്ക് വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളും ശിശുക്കളാണവർ, ആത്മീക ശിശുക്കളാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനമാണ്, ഒരു കുട്ടി ജനിക്കുന്നത് പോലെയുള്ള ജനനമാണ്. പ്രായമായാൽ തന്നെയും ശാരീരികമായിട്ട് ലൗകികമായിട്ട് പ്രായമുള്ള ഒരാളാണെങ്കിൽ തന്നെയും അവൻ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവൻ അപ്പോൾ ജനിച്ച ഒരു ശിശുവിനെ പോലെയാണ്, വീണ്ടും ജനിച്ചവനാണ്. അപ്പോൾ ആ വീണ്ടും ജനിച്ച ഒരു ശിശു അവന് ആത്മീകമായിട്ട് പക്വത വന്നിട്ടില്ല. ആ പക്വതയിലേക്ക് അവനെ സുവിശേഷത്തിൻ്റെ മർമ്മം, സുവിശേഷം ലളിതമായിട്ട് അവൻ കേട്ടു, ശരിയാണ്. പക്ഷേ ആ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന സത്ത, അതിൻ്റെ മർമ്മം, ദൈവിക മർമ്മം എന്താണ് എന്നുള്ളത് അവന് മനസ്സിലാകണമെങ്കിൽ കാലക്രമേണ മാത്രം അത് മനസ്സിലായി, അത് പഠിച്ചെങ്കിൽ മാത്രമേ, ദൈവവചനം വായിച്ച് ഗ്രഹിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവരോടും ഇവിടെ സുവിശേഷം അറിയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുവിശേഷത്തിൻ്റെ മർമ്മം കൂടുതലായിട്ട് അറിയേണ്ടതും ഓരോ വിശ്വാസിയും ആഗ്രഹിക്കേണ്ടതാണ്. സുവിശേഷകന്മാർ പ്രാരംഭമായിട്ട് വളരെ ലളിതമായിട്ട് സുവിശേഷം അറിയിക്കുന്നു. അതേ സുവിശേഷത്തിൻ്റെ മർമ്മം അത് ഗഹനമായിട്ട് പഠിക്കുന്നതും വിശ്വാസത്തിൽ ഓരോ വിശ്വാസിയും ഉറയ്ക്കേണ്ടതും ആവശ്യമാണ്. അതിനായിട്ടാണ് ദൈവം സ്ഥലം സഭകളിൽ ഉപദേഷ്ടാക്കന്മാരെ നിയമിച്ചിരിക്കുന്നത്. അവരെ ഓരോ വിശ്വാസിയെയും അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കേണ്ടതിനും അവർ ഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ തെളിവോടുകൂടി അതിനെ പറഞ്ഞ് ഗ്രഹിപ്പിച്ച് അതിൽ ഉറച്ചവരായിട്ട് വളർന്നു വരുന്നവരായിട്ട് തീരേണ്ടതിന് അവർക്ക് ദൈവവചനം ഉപദേശിച്ച് കൊടുക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷയാണ് ഈ വചന ശുശ്രൂഷ എന്ന് പറയുന്നത്. അവരുടെ ആത്മീകമായിരിക്കുന്ന വർദ്ധനവിനായിട്ട്, അല്ലെങ്കിൽ ഫോർ ദ എഡിഫൈയിങ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദൈവസഭയുടെ വിശ്വാസികളുടെ ആ ആത്മീക ഉന്നമനത്തിനും വളർച്ചയ്ക്കുമായിട്ടും ദൈവവചനം എന്നും അത് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് തിരുവെഴുത്തിൽ നാം കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഗ്രഹം റോമിലുള്ള വിശ്വാസികൾക്കുണ്ടാകേണ്ടതിനാണ് പൗലോസ് അവരെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തിനാണ്? പലപ്പോഴും പല സ്ഥലം സഭകളിലും കുറേ നാൾ അവിടെ കാണുക, അധികം പേരവിടെ കാണുകയില്ല. കുറേ നാൾ കഴിയുമ്പോൾ പൊഴിഞ്ഞ് പലരും മാറിപ്പോകാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം അത് പല ഉപദേശങ്ങളാൽ, വിപരീതമായിരിക്കുന്ന ഉപദേശത്തിൻ്റെ കാറ്റിനാൽ ഉലയുന്ന ശിശുക്കളെ പോലെ അവര് അതാണോ ശരി, ഇതാണോ ശരി എന്നുള്ള സംശയം കൊണ്ട്
മാറി മാറിപ്പോകുവാൻ ഇടയായിത്തീരും. അങ്ങനെ പോകാതിരിക്കുവാൻ വേണ്ടി, അവരെ ഗ്രഹിച്ചിരിക്കുന്ന സത്യത്തെ അതിൽ തന്നെ ഉറപ്പിക്കുവാൻ വേണ്ടി ദൈവസഭയിൽ അതിനായിട്ടുള്ള ശുശ്രൂഷകന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എഫേസ്യ ലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 4-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിച്ചു. അത് 1 കൊരിന്ത്യർ 12:28 വാക്യമാണ്. അതുപോലെ തന്നെ എഫേസ്യർ 4:11 മുതലുള്ള വാക്യങ്ങളിലും അത് കാണാം. അപ്പോൾ ഇവര് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇന്ന് ഇല്ല. ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ. ഇക്കാലത്ത് നോക്കുമ്പോൾ ഇത് അപ്പോസ്തലന്മാരോ പ്രവാചകന്മാരോ ഇല്ല. അവര് സഭയുടെ അടിസ്ഥാന പണിക്കായിട്ട് ദൈവം അവരെ ഉപയോഗിച്ചതാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലാണ് ദൈവസഭ ആരംഭത്തിൽ തുടങ്ങിയത്, അത് പണിയാൻ തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ അവരതില്ല. അതിന് പകരം ഇപ്പോൾ സഭയെ ഉറപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും ആത്മീയ വർധന വരുത്തുന്നതും ഉപദേഷ്ടാക്കന്മാരാണ്. പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് എന്ന ഒറ്റവാക്കാണത് ഉപയോഗിച്ചിരിക്കുന്നത്. അവരെ പരിപാലിക്കുന്ന, ഉപദേശത്താൽ പരിപാലിക്കുന്ന ആളുകൾ സഭയിൽ ദൈവമാക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാലത്ത് അപ്പോസ്തലന്മാരുണ്ടായിരുന്ന കാലത്ത്, പ്രവാചകന്മാർ ഉണ്ടായിരുന്ന കാലത്ത് അവരാ ജോലി ചെയ്തിരുന്നു, ഉപദേശിച്ചിരുന്നു, ഉറപ്പിച്ചിരുന്നു. പക്ഷെ ഇന്ന് അവരവിടില്ല. അതിന് പകരം ഇന്ന് ദൈവം ആക്കി വച്ചിരിക്കുന്ന ആളുകൾ അത് ഓരോ സഭയിലും അവരുടെ ഉത്തരവാദിത്വത്തോടു കൂടി ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടവരായിട്ട് അത് ചെയ്യേണ്ടതാകുന്നു. ഇവിടെ അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട റോമിലുള്ള വിശ്വാസികളോട് സുവിശേഷം അറിയിപ്പാൻ തന്നാൽ ആവോളം ഒരുങ്ങിയിരിക്കുന്നു എന്ന് പൗലോസ് എഴുതിയത്. സുവിശേഷത്തിൻ്റെ മർമ്മം സകല വിശ്വാസികളും അവരുടെ ആത്മീക സ്ഥിരീകരണത്തിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. എഫേസോസിൽ പൗലോസ് സുവിശേഷം അറിയിക്കുമ്പോൾ അവിടെ പ്രസംഗ വിഷയമായിട്ട് പ്രസംഗിക്കുന്ന ആളിന് അവിടെ കാണിച്ചു കൊടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ പ്രതീകമായിട്ട് എന്തെങ്കിലും കാണിച്ചു കൊടുക്കുവാൻ, മതത്തിൻ്റെ പേരിൽ എന്തെങ്കിലും എഴുതപ്പെട്ട എന്തെങ്കിലും ഒരു ഗ്രന്ഥം കാണിച്ചു കൊടുക്കുവാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മതത്തിൻ്റെ പേരിലുള്ള ഒരു സ്ഥാപനം കാണിച്ചു കൊടുക്കുവാൻ ഇല്ലായിരുന്നു. എഫേസോസ് എന്ന് പറയുന്നത് അക്കാലത്ത് ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്ന ഡയാന ടെമ്പിൾ, അർത്തമിസ് ദേവിയുടെ ക്ഷേത്രം, 127 ഇറ്റാലിയൻ മാർബിൾ കല്ലിൽ പണിതിരുന്ന മഹാക്ഷേത്രം, അത് അന്ന് അവർക്ക് ആ ജാതികൾക്ക് അവരുടെ ക്ഷേത്രമായിട്ട് കാണിച്ചു കൊടുക്കുവാനുണ്ടായിരുന്നു. നോക്കുക, ഇതാണ് ഞങ്ങളുടെ ദേവിയുടെ ക്ഷേത്രമെന്ന്. അതിൽ കൂടി വരുന്ന ആളുകൾ എത്രയോ ആയിരങ്ങളായിരുന്നു. അതൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് അവരുടെ മതം പ്രചരിപ്പിക്കാമായിരുന്നു. എന്നാൽ പൗലോസ് അവിടെ ചെല്ലുമ്പോൾ പൗലോസിനെ എടുത്തു കാണിക്കുവാനായിട്ട് ഒരു മതഗ്രന്ഥമോ ഒരു സ്ഥാപനമോ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ കേവലം സുവിശേഷം അറിയിക്കുകയായിരുന്നു. മനുഷ്യന് ഭോഷത്വമായിട്ട് തോന്നുന്ന സുവിശേഷത്തിൻ്റെ ഭോഷത്വം കൊണ്ട്, ക്രൂശിൻ്റെ സന്ദേശം കൊണ്ട് മനുഷ്യനെ രക്ഷയിലേക്ക് വരുത്തുവാൻ പറയുന്ന സുവിശേഷം അത് ദൈവശക്തിയാണ് എന്ന് പൗലോസ് ഗ്രഹിച്ചു. അതുകൊണ്ടാണ് അനേകരും അത് കേട്ടിട്ട് അവരുടെ ഉള്ളിൽ മാനസാന്തരമുണ്ടാകുകയും അവര് ആ പരിവർത്തനം പ്രാപിച്ചിട്ട് വീണ്ടും ജനനമുണ്ടായിട്ട് ദൈവഭാഗത്തേക്ക് വരുവാനിടയായത്. എന്നാൽ ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്ന ആ ടെമ്പിളിൽ കൂടി വന്നിരുന്നവരൊക്കെയും മഹാപാപികളായിരുന്നു. അവിടെ ദോഷം പ്രവർത്തിക്കുന്നവരായിരുന്നു കൂടി വന്നിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അത് പാപത്തിൻ്റെ കേന്ദ്രമായിരുന്നു എന്ന് കാണാൻ കഴിയും. അവിടെ സുവിശേഷം പറയുവാൻ പൗലോസ് ലജ്ജിച്ചില്ല. കാരണം സുവിശേഷം മനുഷ്യനെ രക്ഷിക്കുന്ന ദൈവശക്തിയാണ്. അതിൽ തന്നെ ദൈവശക്തി ഉൾക്കൊണ്ടിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവരിൽ രൂപാന്തരം അത് പെട്ടെന്ന് വരുത്തുന്നതാണ്.
ദൈവശക്തി ആ വാക്കുകളിൽ കൂടി വ്യാപരിക്കുന്നതായിരുന്നു. വിശ്വാസികളോട് സുവിശേഷം പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടതിൻ്റെ കാരണം അത് നമ്മെ നീതീകരിക്കുന്നതിന് മാത്രമല്ല, നമ്മുടെ നീതീകരണം മുതൽ തേജസ്കരണം വരെയുള്ള രൂപാന്തരത്തിന് കാരണമാകുന്നതാണ് ഈ സുവിശേഷം. അതുകൊണ്ടാണ് ആ സുവിശേഷത്തിൻ്റെ മർമ്മം നാം കേട്ടുകൊണ്ടിരിക്കുകയും അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടത്. അതാണ് പൗലോസ് പറഞ്ഞതിൻ്റെ സാരം. കാരണം അത് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. 17-ാം വാക്യത്തിൽ അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. രക്ഷയ്ക്കായുള്ള ദൈവശക്തിയായ സുവിശേഷത്തിൽ ദൈവത്തിൽ നിന്നുള്ള നീതി വെളിപ്പെടുന്നു. ആ സുവിശേഷത്തിൽ വെളിപ്പെടുന്ന ഒരു പ്രത്യേക സംഗതിയാണ് ദൈവനീതി എന്നുള്ളത്. അത് മനുഷ്യന്റെ നീതിയല്ല, മനുഷ്യന്റെ സ്വന്തം നീതിയല്ല. സ്വന്തം നീതിയെക്കുറിച്ച് പൗലോസ് പറയുന്നത് എന്താണ്? അവിടെ പറയുന്നുണ്ട്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. അതായത് ന്യായപ്രമാണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ന്യായപ്രമാണം ചെയ്താൽ അതുകൊണ്ട് അതിനാൽ ജീവിക്കും എന്നാണ്. പക്ഷെ ഒരു നാളും ന്യായപ്രമാണം കൊണ്ട് ഒരു മനുഷ്യനും നീതീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി അല്ല. ന്യായപ്രമാണം പൗലോസിനെ പോലെ പഠിച്ചവർ വേറെ അക്കാലത്ത് അധികമില്ല. അപ്പോൾ അത്രമാത്രം അധികം പഠിച്ച ന്യായപ്രമാണത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്ന പൗലോസ് ഇവിടെ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി അല്ല, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ആ നീതി തന്നെ ലഭിച്ച് ക്രിസ്തുവിലിരിക്കുവാൻ, അവനിലിരിക്കേണ്ടതിന് ഞാൻ ഇച്ഛിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3:9 അത് കാണാം. അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന പൗലോസും ന്യായപ്രമാണം മുഴുവൻ അറിഞ്ഞിരിക്കുന്ന പൗലോസും പറയുന്നത്, ന്യായപ്രമാണം കൊണ്ട് ഒരു നീതിയും ലഭിക്കുന്നില്ല, അതിൻ്റെ പ്രവർത്തികളാൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല. പിന്നെയോ നീതീകരിക്കപ്പെടണമെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ നീതീകരിക്കപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കി. വിശ്വാസം ഹേതുവായി ദൈവത്തിൻ്റെ നീതി, അഥവാ ഇവിടെ ദൈവത്തിൻ്റെ നീതി എന്നുള്ളത് ശരിയായ തർജ്ജിമ ദൈവത്തിൽ നിന്നുള്ള നീതി എന്നാണ്. റൈറ്റിയസ്നെസ് ഫ്രം ഗോഡ്. ആ പദപ്രയോഗം റോമാലേഖനത്തിൽ പല ഭാഗത്തുമുണ്ട്. നീതി അത് ദൈവത്തിൽ നിന്നുള്ള നീതിയാണ്. ആ നീതി, മനുഷ്യന്റെ നീതി എന്ന് പറയുന്നത് നാം യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നുണ്ടത്, ഏത് മനുഷ്യന്റെ നീതി പ്രവൃത്തിയും ദൈവസന്നദ്ധിയിൽ കറപുരണ്ട തുണി പോലെ എത്രയെന്നാണ്. യെശയ്യാ 64:6 വാക്യത്തിൽ അതുണ്ട്. അപ്പോൾ മനുഷ്യൻ സ്വയം ചെയ്യുന്ന എല്ലാ നന്മപ്രവൃത്തികളും ദൈവസന്നദ്ധിയിൽ നോക്കുമ്പോൾ അത് കറപുരണ്ട തുണിക്ക് സമം ആണ്. എന്നാൽ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ദൈവം നൽകുന്ന നീതിയാണ് യഥാർത്ഥമായിരിക്കുന്ന നീതി എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ദൈവത്തിൽ നിന്നുള്ള നീതി ആയിരിക്കുന്നത്. ദൈവം ഒരു പാപിയെ നോക്കുന്നത് അവനെ നേരിട്ടല്ല, അവനെ ക്രിസ്തുവിൽ കൂടിയാണ് നോക്കുന്നത്. ഒരു പാപിയെ നോക്കുമ്പോൾ ക്രിസ്തുവിൽ കൂടി പാപിയെ നോക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ പാപിക്ക് വേണ്ടി ക്രിസ്തു എന്ത് നിർവഹിച്ചിരിക്കുന്നു എന്ന് നോക്കുകയാണ്. ക്രിസ്തു നിർവഹിച്ച ആ കാര്യം ഈ പാപിയായ മനുഷ്യൻ വിശ്വസിക്കുന്നവോ? അവൻ വിശ്വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ നീതി അവനിൽ കണക്കിടുകയാണ് ചെയ്യുന്നത്, പാപിയുടെ മേൽ കണക്കിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് ഈസ് എ ബൈ ഫെയ്ത്ത് റൈറ്റിയസ്നെസ് ആണ്. ക്രിസ്തുവിൽ കൂടി നോക്കി ഉള്ള ആ ക്രിസ്തുവിലെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന നീതീകരണമാണ്. ഇതിനായി പാപി പ്രവർത്തിക്കേണ്ടതൊന്നുമില്ല, വിശ്വാസം മതി. പാപിക്കത് വില കൊടുത്ത് വാങ്ങുവാനായിട്ട് കഴിയുന്നതല്ല. അതിനുവേണ്ടി
എന്തെങ്കിലും നിക്ഷേപിക്കുവാൻ കഴിയുന്നതല്ല. വിശ്വാസത്താൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ഇത് ക്രിസ്തുവിലെ വിശ്വാസത്താൽ ദൈവം നൽകുന്ന നീതിയാണ്. തൻ്റെ പുത്രനുള്ള വിശ്വാസത്താൽ ദൈവം നൽകുന്ന നീതി എന്തെന്നാൽ, അവനെ അഥവാ ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരെയും ദൈവത്തിൻ്റെ മക്കളാക്കി അംഗീകരിക്കുവാനുള്ള ആ അധികാരം, അനുവാദം അത് ദൈവം നൽകിയിരിക്കുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ദൈവം തൻ്റെ സ്വന്തം മക്കളായിട്ട് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ നീതീകരണത്തിൻ്റെ ഫലമെന്ന് പറയുന്നത്. അതായത് ദൈവമക്കളായി തീരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫലം. നീതീകരണം എന്ന വാക്ക് ഡൈക്കയോസുനി എന്ന വാക്ക് ഗ്രീക്കിൽ പറയുന്നുണ്ട്. ആ വാക്ക് 36 പ്രാവശ്യം പുതിയ നിയമത്തിലുണ്ട്. റോമാലേഖനത്തിൽ അത് 36 പ്രാവശ്യം റോമാലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട് നീതീകരണത്തിനുള്ള ആ വാക്ക്. അതിൽ 8 പ്രാവശ്യം ഈ ലേഖനത്തിലുണ്ട്. നീതീകരണം എന്നുള്ള ആ വാക്ക്, ആ ഗ്രീക്ക് വാക്ക് 36 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിൽ 8 പ്രാവശ്യം ഈ ലേഖനത്തിൽ പ്രത്യേകാൽ എടുത്ത് പറയുന്നുണ്ട്. അവിടെയെല്ലാം പറയുന്നത് റൈറ്റിയസ്നെസ് ഫ്രം ഗോഡ് എന്നാണ്, ദൈവത്തിൽ നിന്നുള്ള നീതി എന്നാണ്. ഈ നീതി എന്നുള്ള വാക്കിൻ്റെ ആ ഡൈക്ക് എന്ന ആ ഗ്രീക്ക് മൂലപദം ടു ബി റൈറ്റ് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ റൈറ്റായിരിക്കുക, നീതിയായിരിക്കുക എന്നുള്ള ആ അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. നീതി എന്ന് പറയുന്നത് പാപത്തിന് വിപരീതമായിട്ടുള്ള ഒരു പദമാണ്. പാപത്തിൻ്റെ വിപരീത പദമാണ് നീതി. അപ്പോൾ ഇത് ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. പാപത്തിന് പരിഹാരം നീതീകരണമാണ്, അല്ലാതെ മറ്റൊന്നും സാധ്യമല്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് വിശ്വാസം ഹേതുവായും വിശ്വാസത്തിന് ആയിക്കൊണ്ടും എന്നാണ്. ഇംഗ്ലീഷിലത് വാക്ക് ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് എന്നാണ്. മലയാളത്തിൽ വരുമ്പോൾ വിശ്വാസ ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും എന്നാണ് വായിക്കുന്നത്. അതായത് നാം വിശ്വാസത്താൽ ജീവിക്കുന്നു, വിശ്വാസത്താൽ മരിക്കുന്നു, വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെട്ടത്, വിശ്വാസത്താൽ അത് കഴിഞ്ഞ് നാം ജീവിക്കുന്നു, പിന്നെ വിശ്വാസത്തിൽ മരിക്കുന്നു, വിശ്വാസത്താൽ നാം ഇന്ന് സ്വർഗസ്ഥലത്ത് ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് വിശ്വാസം ഹേതുവായും വിശ്വാസത്തിന് ആയിക്കൊണ്ടും എന്നുള്ളതിൻ്റെ അർത്ഥം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിക്കുന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യമായിട്ടത് കരയുമ്പോൾ അതിൻ്റെ കരച്ചിലോടുകൂടി അത് പ്രാണവായു അകത്തേക്ക് എടുക്കുകയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ആദ്യത്തെ കരച്ചിലിൽ തന്നെ അത് ശ്വാസമെടുക്കുകയാണ്, ഓക്സിജൻ എടുക്കുകയാണ്. എന്തിനാണ്? അതിൻ്റെ ജീവന് വേണ്ടിയുള്ളതാണത്. ആദ്യത്തെ ശ്വാസം അത് ആദ്യത്തെ ആ കരച്ചിലിൽ തന്നെ അത് ഉള്ളിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ മുതൽ മരിക്കുന്നത് വരെ അന്തരീക്ഷത്തിൽ നിന്നുള്ള ആ ശ്വാസോച്ഛ്വാസം, ബ്രീത്തിങ്, അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യത്തെ ആ ജനിച്ചപ്പോൾ ആദ്യമെടുത്ത ശ്വാസം മുതൽ മരണം വരെയും ആ ശ്വാസം തന്നെ അത് തുടർമാനമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ശ്വാസത്തിൽ നിന്ന് ശ്വാസം അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്സിജനിൽ നിന്ന് ഓക്സിജൻ എന്നതാണ് ഇവിടെ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസം. അതായത് വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും. അപ്പോൾ നാം ഈ ഇവിടെ വായിക്കുന്നത് വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും നാം എന്ത് ചെയ്യുന്നു? വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്, ദൈവമക്കളാണ്. അപ്പം നമ്മുടെ ജീവിതം മുഴുവനും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.
ജനിച്ചപ്പോൾ തന്നെ, രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ നാം വിശ്വാസത്താലാണ് വീണ്ടും ജനിച്ചത്. അന്നു മുതൽ പിന്നെ നമ്മുടെ ജീവിതകാലം, നാം മരണം വരെയും നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ആ കണ്ടുമുട്ടൽ വരെയും തേജസ്കരണം വരെയും ആ വിശ്വാസത്താൽ നാം നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ എന്നിവിടെ തന്നെ എന്ന് എഴുതിയിരിക്കുന്നു. അതായത് ഇത് ഈ വാക്യം പഴയ നിയമത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഉദ്ധരണിയാണ്. ഹബക്കൂക്കിന്റെ പ്രവചനം 2:4 വാക്യമാണത്. പഴയ നിയമത്തിൽ നിന്ന് എടുത്തിവിടെ റോമാലേഖനത്തിൽ ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഈ വാക്യമാണ് റോമാലേഖനത്തിന്റെ ഹെഡിങ്. റോമാലേഖനത്തിന്റെ ഹെഡിങ് ആയിട്ട് പൗലോസ് എടുത്ത് എഴുതിയിരിക്കുന്ന വാക്യമാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇനിയും താഴോട്ടുള്ള വാക്യങ്ങൾ മുഴുവനും വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഹെഡിങ് ആണ് ഈ 17 വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അത് വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടുമുള്ള ജീവിതത്തെക്കുറിച്ചാണ് തുടർമാനമായിട്ട് പിന്നെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ 17 വാക്യമാണ് അതിൻ്റെ ഹെഡിങ്, അതായത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത്. ഈ വാക്യം റോമാലേഖനത്തിൽ മാത്രമല്ല, ഗലാത്യ ലേഖനത്തിലും പൗലോസ് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എബ്രായ ലേഖനത്തിലും ഇതേ വാക്യം തന്നെ ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗലാത്യ ലേഖനത്തിൽ ഈ വാക്യം വിശ്വാസത്താലുള്ള നീതിമാന്റെ ജീവിതത്തെ കാണിക്കുവാനായിട്ടാണ് ആ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നത്. നീതിമാന്റെ ജീവിതം, അതിനെ കാണിക്കാനായിട്ടാണ് ഗലാത്യ ലേഖനത്തിൽ ആ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ ആ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നത് വിശ്വാസത്താൽ മാത്രമേ ഒരുവന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതിനെ കാണിക്കാനായിട്ടാണ് എബ്രായ ലേഖനത്തിൽ ഇതേ വാക്യം തന്നെ ഉദ്ധരിച്ചിരിക്കുന്നത്. റോമാലേഖനത്തിൽ ഇവിടെ അത് കാണിച്ചിരിക്കുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് വിവരിക്കുകയാണ്. ദൈവത്തിൽ നിന്നുള്ള നീതീകരണം അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ദൈവം ആ നീതീകരണത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ലേഖനത്തിൻ്റെ മുഖപുര കഴിഞ്ഞിരിക്കുകയാണ് ഈ 17 വാക്യത്തോടു കൂടി. ആദ്യം ഈ പൗലോസിൻ്റെ വ്യക്തിപരമായ വന്ദനം അറിയിച്ചു. അത് കഴിഞ്ഞ് ഈ ലേഖനം എന്തിനായിട്ടാണ് എഴുതുന്നത് എന്ന് അതിൻ്റെ 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് 17 വാക്യത്തിൽ ഈ ലേഖനത്തിൻ്റെ ഹെഡിങ് കൊടുക്കുകയാണ്. ഈ വിഷയം എന്താണ്, ഈ ലേഖനത്തിലെ വിഷയം എന്താ, ഏത് വിഷയത്തെക്കുറിച്ചാണ് ഈ ലേഖനം എഴുതാൻ പോകുന്നത് എന്ന് കാണിക്കുന്ന വാക്യമാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള 17 വാക്യം. ഇനിയും അത് കഴിഞ്ഞ് തുടർന്ന് വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചാണ് തുടർന്ന് പറഞ്ഞ് വരുന്നത്. അതായത് പ്രധാന വിഷയത്തിലേക്ക് കടക്കുകയാണ് 18 വാക്യം മുതൽ. പാപിയുടെ നീതീകരണം, അതാണ് തുടർന്ന് 5-ാം അധ്യായം 11-ാം വാക്യം വരെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 18-ാം വാക്യം മുതൽ 5-ാം അധ്യായത്തിലെ 11-ാം വാക്യം വരെ പൗലോസ് വിവരിച്ച് പറഞ്ഞു പോകുന്നത് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയമാണ്. ആ വിഷയത്തിൻ്റെ ഹെഡിങ് ആണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള 17-ാമത്തെ വാക്യം. ആ വാക്യത്തിന് ശേഷം വരുന്ന 18-ാം വാക്യം മുതൽ 5-11 വരെയുള്ള വാക്യങ്ങൾ വിശദീകരിക്കുന്നത് നീതീകരണം, വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളതാണ്. ഇതിൽ ആദ്യം പാപം എന്ന വിഷയത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ആ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ആദ്യം പറയുന്നത്, ഒന്നാമത് സാധാരണ മനുഷ്യരെല്ലാം പാപികളാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ കാണുന്ന സാധാരണക്കാരായിരിക്കുന്ന സകല മനുഷ്യരും പാപികളാണ് എന്നാണ് തെളിയിക്കുന്നത്. അതാണ്
18-ാം വാക്യം മുതൽ 32-ാം വാക്യം വരെ, അതായത് 1-ാം അധ്യായം മുഴുവനും അവിടെ തെളിയിക്കുന്നത് സാധാരണ മനുഷ്യരെല്ലാം, ലോകത്തിലുള്ള സാധാരണ മനുഷ്യരെല്ലാം പാപികളാകുന്നു എന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് തുടർന്ന് പറയുന്ന 2-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ അവിടെ പറയുന്നത് ഭക്തരെന്ന് നടിച്ചു നടക്കുന്ന ആളുകൾ, ധാർമ്മിക മനുഷ്യർ, തങ്ങൾ ഭക്തരാണ്. യഹൂദമതത്തിൽ തന്നെ ഭക്തന്മാരായിട്ടുള്ള ആളുകളെ കാണാം, പരീശന്മാരെ കാണാം, ശാസ്ത്രിമാരെ കാണാം, പുരോഹിതന്മാരെ കാണാം. ഇവരൊക്കെ ധാർമ്മികമായിട്ട് ഉന്നത നിലയിലുള്ളവരും ഭക്തരുമാണെന്ന് മനുഷ്യരുടെ മുമ്പിൽ തോന്നിക്കുന്നവരാണ്. അങ്ങനെയുള്ള ധാർമ്മികരായിരിക്കുന്ന സകല മനുഷ്യരും പാപികളാണ് എന്നാണ് 2-ാം ഭാഗം തെളിയിക്കുന്നത്. അതാണ് 2-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അത് കഴിഞ്ഞ് തുടർന്ന് വരുമ്പോൾ പറയുന്നത്, 3-ാമത് പറയുന്നത്, യഹൂദനെന്ത് വിശേഷത, യഹൂദനും പാപിയാകുന്നു എന്നാണ്. അപ്പോൾ ഈ നീതീകരണത്തെക്കുറിച്ച് എഴുതി തുടങ്ങുന്ന ഈ ലേഖനത്തിന്റെ ആരംഭത്തിൽ പൗലോസ് ആദ്യം പറയുന്നത് സകല മനുഷ്യരും പാപികളത്രേ. അതിൽ സാധാരണക്കാരെല്ലാം പാപികൾ, പിന്നീട് ധാർമ്മികമായിട്ട് ഭക്തരെന്ന് ഭാവിച്ചു നടക്കുന്നവരായിരിക്കുന്ന സകല മനുഷ്യരും പാപികൾ, പിന്നെ ദൈവജനമെന്ന് അറിയപ്പെടുന്ന യഹൂദന് എന്ത് വിശേഷത, അവനും പാപത്തിന്റെ കീഴിൽ ആകുന്നു എന്ന് കാണിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ 18-ാം വാക്യം മുതൽ അല്പം നോക്കാം. 18-ാം വാക്യം, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ആദ്യം ഇവിടെ പറയുന്നത് അനീതിയും അതിന് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചുമാണ്. അത് ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അത് കഴിഞ്ഞാണ് പറയുന്നത്. അപ്പോൾ ആദ്യം അനീതിയും അതിൻ്റെ ശിക്ഷയും അവിടെ പറയുന്നത്. ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്നു, അതിപ്പോൾ വെളിപ്പെട്ടിട്ടില്ല, എന്നാൽ അത് വെളിപ്പെടുന്നു എന്നാണ്. അത് വെളിപ്പെടും, അതായത് പാപിക്ക് നരകശിക്ഷ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് പാപി നീതീകരിക്കപ്പെടണം. പാപത്തിന് നേരെയുള്ള ദൈവ കോപം അതിന് മാറ്റമുണ്ടാകണം. ദൈവം കൃപാലുവാണ്, സ്നേഹവാനാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ തൻ്റെ പുത്രൻ്റെ പാപപരിഹാര ബലി, പാപത്തിന് പരിഹാരത്തിനായിട്ടുള്ള ബലിയിൽ ആശ്രയിക്കാതിരിക്കുന്ന എല്ലാവരും പാപത്തിന് അധീനരാണ്, അവർ ശിക്ഷായോഗ്യരാണ് എന്ന് കാണിക്കുകയാണ്. പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല. ദൈവം അന്നും ഇന്നും സ്നേഹവാനാണ്, കൃപാലുവാണ്. അതിന് കാരണം എന്താണ്? കാരണം ദൈവം മനുഷ്യനെ രക്ഷിപ്പാനായിട്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം അറിഞ്ഞിരുന്ന കാര്യമാണിത്. ലോകസ്ഥാപനത്തിനു മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് അതിനായിട്ട് ഒരുക്കപ്പെട്ടതാണ്. അന്നു മുതലേ ദൈവത്തിന് മനുഷ്യനോട് കൃപാലുവാണ്, സ്നേഹവാനാണ്, അവനെ രക്ഷിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പാപത്തോടുള്ള ദൈവത്തിന്റെ പാടിന് ഒരു മാറ്റവുമില്ല. അത് പഴയ നിയമകാലത്തും ഇന്നത്തെ കാലത്തും എല്ലാ കാലത്തും ഒരുപോലെയാണ്. അതിനൊരു മാറ്റവുമില്ല. പാപത്തെ വെറുക്കുന്നു ദൈവം. അത് സുവിശേഷം വന്നതുകൊണ്ട് മാറുന്നതോ ഇല്ലാതാകുന്നതോ അല്ല. അത് എല്ലാ കാലത്തും പാപികളോട് ദൈവത്തിന് വെറുപ്പാണ്, പാപത്തോട് വെറുപ്പാണ്. പാപികളെ സ്നേഹിക്കുന്നു രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ. എന്നാൽ പാപവുമായിട്ടൊരു സന്ധി ദൈവത്തിന് ഇല്ല. സുവിശേഷം മൂലം നീതീകരിക്കപ്പെടുന്ന പാപിയോട് മാത്രമേ ദൈവത്തിന് കരുണയും സ്നേഹവും സ്ഥായിയായിട്ട് ഉണ്ടാകുകയുള്ളൂ. പാപത്തോട് യാതൊരു സന്ധിയും ഇല്ല. പാപി ഒന്നുകിൽ നീതീകരിക്കപ്പെടണം, അല്ലെങ്കിൽ ദൈവകോപത്തിന് വിധേയപ്പെടണം. ഇതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. അങ്ങനെ ദൈവത്തിന്റെ കോപം അപ്പോൾ തന്നെ നീതീകരണവും
സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു എന്നാണ് ഈ വാക്യത്തിൽ കാണിക്കുന്നത്. ദൈവത്തിൻ്റെ കോപവും അപ്പോൾ തന്നെ നീതിയും സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു. ദൈവ കോപം സകല അഭക്തിക്കും നേരെ വെളിപ്പെട്ടു. ദൈവത്തോടുള്ള വിരോധമാണ് ഈ അഭക്തി എന്ന് പറയുന്നത്. സർവശക്തനായ ദൈവത്തെ ബഹുമാനിക്കാത്ത നിലപാടാണ് അഭക്തി എന്നുള്ളത്. അഭക്തി എന്നത് വ്യക്തിയുടെ നിലപാടായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ഓഫ് സോൾ ആയിരിക്കുമ്പോൾ, അനീതി എന്നത് വ്യക്തിയുടെ പ്രവൃത്തിയാണ്, അതായത് ആക്ഷൻ ഓഫ് സോൾ ആണത്. അപ്പോൾ ദൈവം വച്ചിരിക്കുന്ന ഈ നിയമത്തെ അതിനെ ലംഘിക്കുന്നതാണ് അനീതി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു മദ്യപാനി മദ്യം കഴിച്ചിട്ട് ലഹരി പിടിച്ചിട്ട് അവൻ കാർ ഓടിച്ചാൽ അത് പലരെയും വാഹനം ഇടിച്ചിട്ട് അവന് ഒന്നാമത് നിയമം ലംഘിക്കുന്നു, രണ്ടാമത് അതിനിമിത്തം മറ്റുള്ളവർക്ക് മരണത്തിന് ഇടയാക്കുന്നു. അങ്ങനെയുള്ള അനീതി അവൻ പ്രവൃത്തിയിൽ കൂടെ ചെയ്യുന്നു. അവൻ മനുഷ്യന് വിരോധമായി പാപം ചെയ്യുന്നു. അതുപോലെ വ്യാപാര സ്ഥാപനത്തു നിന്ന് ഒരാൾ ഒരു വസ്തു മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു, ആ മോഷണം, അങ്ങനെ അവൻ അനീതിക്ക് ഇടയായിത്തീരുന്നു. ഇങ്ങനെ അനീതി ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വിപരീതമായി ചെയ്യുന്ന സകല പാപവും സകല അനീതിയും അതിനെ എതിരായിട്ടാണ് ദൈവം നിൽക്കുന്നത്. അനീതി കൊണ്ട്, ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വിപരീതമായ അനീതി കൊണ്ട് ദൈവത്തിൻ്റെ സത്യത്തെ അടിച്ചമർത്തുവാനായിട്ട് ഏതൊരുവൻ തുടങ്ങുന്നവോ അവൻ്റെ നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവകോപത്തിൻ്റെ അടയാളമാണ് നോഹയുടെ കാലത്തെ ജലപ്രളയം, ലോത്തിന്റെ കാലത്തെ ആ സോദോം ഗോമോറയുടെ നാശം. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതെല്ലാം പാപിയുടെ നേരെയുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണ് എന്ന് കാണാൻ കഴിയുന്നു. 19-ാം വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയിരിക്കുന്നുവല്ലോ. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് ദൈവം ഈ പ്രപഞ്ചത്തിൽ വെച്ചിട്ടുണ്ട്. അത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നുവല്ലോ എന്നാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എങ്ങനെ മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയും? ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അവന് പറയാൻ കഴിയില്ല, എനിക്ക് ദൈവത്തെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു, ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും എനിക്കറിയില്ല, ഞാൻ എങ്ങനെ അറിയാനാ എന്ന് ദൈവസന്നിധിയിൽ ന്യായം പറയുവാനായിട്ട് അന്ത്യന്യായ വിധി സമയത്ത് ഒരു മനുഷ്യന് കഴിയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ കളിപ്പിക്കാനായിട്ട് മനുഷ്യന് സാധ്യമല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം ഒരു മനസാക്ഷി വെച്ചിട്ടുണ്ട്. അത് ദൈവം വെച്ച് സൃഷ്ടിച്ചതാണ്. ദൈവം ഒരു മനസാക്ഷി ഈ മനുഷ്യൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ആ മനസാക്ഷിയിൽ കൂടി ഏത് മനുഷ്യനും ദൈവത്തെ അറിയുന്നു, ഒരു ദൈവമുണ്ടെന്ന്. ഈ പ്രപഞ്ചത്തെ നോക്കിയാൽ അത് കാണാം. എല്ലാ മനുഷ്യനും അറിയാം ദൈവമുണ്ട്, ഇതെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. എന്നാൽ ചില കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ചിലർ വാദിക്കുന്നത് ദൈവമില്ലെന്നൊക്കെ. പക്ഷെ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ്റെ മനസാക്ഷിയിൽ അവന് ബോധ്യമുണ്ട്. മനസാക്ഷി അവനെ കുറ്റം വിധിക്കും ന്യായവിധി ദിവസത്തിൽ. ഞാൻ അറിയാത്ത കാര്യമല്ല, എനിക്കറിയാമായിരുന്നു ദൈവമുണ്ട്, ഇതെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. ഇതെല്ലാം വെളിപ്പെടുന്ന ദിവസം അന്നാണ്. ഇന്ന് മനുഷ്യനെ കളിപ്പിക്കാൻ കഴിയും, എനിക്കറിയില്ല ദൈവം ഉണ്ടോ ഇല്ലയോ. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ മനസാക്ഷിയും കൊണ്ട് വന്ന് നിൽക്കുമ്പോൾ ഞാൻ നിന്നെ അറിയത്തില്ലെന്ന് പറയാൻ കഴിയില്ല. അതാണ് അത്. ദൈവത്തെ ആ ഒരു മനുഷ്യനും കബളിപ്പിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്.
മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവിനെ നൽകിയിട്ടുണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ ഒരു മനസാക്ഷി വെച്ചിട്ടുണ്ട്. ആ മനസാക്ഷിയിലൂടെ മനുഷ്യനെല്ലാവർക്കും അറിയാം ഒരു ദൈവമുണ്ടെന്ന്. അതുകൊണ്ട് അവന് തള്ളിക്കളയാൻ കഴിയില്ല. 20-ാം വാക്യത്തിൽ അതാണ് വായിക്കുന്നത്. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് വെളിവായി വെളിപ്പെട്ടു വരുന്നു. ബുദ്ധിക്ക് വെളിവായിട്ട് വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിനു തന്നെ. ബുദ്ധിക്ക് ഇത് വെളിപ്പെട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പ്രതിവാദം പറയുവാൻ, ഒരു ന്യായം പറയുവാൻ വകയില്ലാത്ത വണ്ണം ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ വച്ചിരിക്കുന്ന മനസാക്ഷി ദൈവസന്നിധിയിൽ തുറന്നു വെക്കപ്പെടുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയുവാൻ ഒരു മനുഷ്യനും കഴിയുന്നതല്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രപഞ്ചം ദൈവത്തെക്കുറിച്ച് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അവന്റെ വ്യക്തിത്വം. 2, അവന്റെ ദിവ്യശക്തി. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നും വായിക്കുന്നുണ്ട്. ഈ സൃഷ്ടിയെയൊക്കെ നോക്കിയാൽ അത് മനസ്സിലാക്കുവാൻ കഴിയും. യെശയ്യാപ്രവചനം 40:26 ഇങ്ങനെ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, നിന്റെ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുക, ഇവയെല്ലാം സൃഷ്ടിച്ചവൻ ആര്? അവൻ നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നു. അവന്റെ ഭുജമാഹാത്മ്യത്താൽ അവന്റെ ശക്തിയുടെ ആധിക്യ നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു പോകുകയില്ല, കാണുകയില്ല. യെശയ്യാ 40:26. നക്ഷത്രങ്ങളെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നു. സമുദ്രതീരങ്ങളിൽ കിടക്കുന്ന, കടലോരങ്ങളിൽ കിടക്കുന്ന മണൽത്തരികളെ എണ്ണാമെങ്കിൽ അത്രത്തോളം നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഈ നക്ഷത്രങ്ങളെയൊക്കെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നു എന്നാണ്. പിന്നെ അവയിലൊന്നും കുറഞ്ഞു പോകുന്നില്ല. അതെല്ലാം അവന്റെ ഭുജ മാഹാത്മ്യത്താല്, അവന്റെ ശക്തിയുടെ ആധിക്യത്താൽ അവൻ സൃഷ്ടിച്ചതാണ്. നിന്റെ കണ്ണ് മേലോട്ടുയർത്തി നോക്കുക, ഇവയെല്ലാം സൃഷ്ടിച്ചത് ആര് എന്ന് ചോദിക്കുകയാണ്. ദൈവം തന്റെ വാക്കാൽ ഉളവാക്കിയ ഈ ലോകവും അതിലെ സകലതും ദൈവത്തിന്റെ ശക്തിയെ, അവന്റെ മാഹാത്മ്യത്തെ വിവരിക്കുന്നതാണ്. സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, പകൽ പകലിന് അറിവ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെളിച്ചം വരുമ്പോൾ ഇത് പകലാണെന്ന് അറിവ് തരികയാണ്. പകൽ പകലിന് അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെളിച്ചം പകലിന് അറിവ് കൊടുക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ടിന് അറിവ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇരുട്ട് രാത്രിക്ക് അറിവ് കൊടുക്കുന്നു എന്നാണ്. വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം കേൾപ്പാനുമില്ല എന്ന് പറഞ്ഞാൽ ആരും പറയണ്ട. ഇതൊന്നും പ്രകൃതിയെ നോക്കി ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ആരും പറഞ്ഞു തരണ്ട. വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം കേൾക്കുവാനില്ല. പകൽ പകലിന് അറിവ് കൊടുക്കുന്നു, രാത്രിക്ക് ഇരുട്ടിന് അറിവ് കൊടുക്കുന്നു. പ്രകൃതിയിൽ നോക്കിയാൽ മതി, സകലതും മനസ്സിലാക്കുവാൻ കഴിയും. ഇതെല്ലാം ദൈവം വെച്ചിരിക്കുന്നതാണ്. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കിയ മനുഷ്യൻ പിന്നെയും പറയുകയാണ്, ഞാൻ ദൈവത്തെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ മൂഢനാണെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ 28:15 പറയുന്നു, സത്യത്തെ തള്ളി പിന്നെ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്ത് ഭോഷ്കിനെ ശരണമാക്കി വ്യാജത്തിൽ ഒളിച്ചിരിക്കുന്നവർ ഈ സത്യങ്ങളെ ഗ്രഹിക്കുന്നില്ല എന്നാണ്. പാപത്തെ പിൻപറ്റുന്നവർ, പാപത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സത്യത്തെ മനഃപൂർവമായിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് അവര് വ്യാജത്തിൽ ഒളിച്ച്
സത്യത്തെ ഗ്രഹിക്കാതെ ഭോഷ്കിനെ ശരണമാക്കിയിരിക്കുന്നവരാണ്. അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്, ദൈവത്തിനതറിയാം. അപ്പോൾ പ്രകൃതിയെ നോക്കി ദൈവത്തെ ഗ്രഹിക്കുവാൻ കഴിയും. കാരണം ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതും അവൻ്റെ മനസ്സിൽ മനസാക്ഷി, അവൻ്റെ ഉള്ളിൽ മനസാക്ഷി കൊടുത്ത് ആ മനസാക്ഷി അതിനുത്തരം പറയുന്നു. നാം ഇന്ന് ചിന്തിച്ചത് റോമാലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം എന്താണ്? പൗലോസ് പറഞ്ഞു, എനിക്കും നിങ്ങൾക്കും തമ്മിൽ ഒരു സന്തോഷമുണ്ടാകുവാൻ, ആശ്വാസം ലഭിക്കുവാൻ ഇടയാകേണ്ടതിന് നിങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എനിക്ക് സുവിശേഷം പറയാൻ ഒരു ലജ്ജയുമില്ല. കാരണം അത് വിശ്വസിക്കുന്ന ഏവനും അത് ദൈവശക്തിയാണ്. ഞാൻ നിങ്ങളോടും സുവിശേഷം പറയുവാൻ കടംപെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. രണ്ടാമത് പറയുന്നത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്നാൽ അതിനു മുമ്പായിട്ട് പറയുന്നു, ആ നീതീകരണം ലഭിക്കുന്നതിന് മുമ്പായിട്ട് പാപിക്ക് നീതീകരണം ഉണ്ടാകണം. എന്നാൽ ഇപ്പോൾ സകല മനുഷ്യരും പാപികളാണ്. അതുകൊണ്ട് നീതീകരണം എല്ലാ മനുഷ്യർക്കും കിട്ടിയേ മതിയാകെയുള്ളൂ. ആ കാര്യം പറയുന്നതിന് മുമ്പേ പൗലോസ് പറയുകയാണ്, സകല മനുഷ്യരും പാപികളാണ്. ആ കാര്യമാണ് 18-ാം വാക്യം മുതൽ തുടർന്ന് പറഞ്ഞു വരുന്നത്. അതിനു മുമ്പേ ചിന്തിച്ചതുപോലെ 1-ാം അധ്യായം മുഴുവനും സാധാരണ മനുഷ്യർ പാപികളാണെന്ന് തെളിയിക്കുന്നു. 2-ാം അധ്യായം 16 വരെയുള്ള വാക്യങ്ങളിൽ മതസ്ഥർ അഥവാ ഭക്തന്മാരെന്ന് നടിച്ച് നടക്കുന്ന ധാർമ്മിക മനുഷ്യർ അവർ പാപികളാണെന്ന് തെളിയിക്കുകയാണ്. 3-ാമത് യഹൂദൻ, അവന് ന്യായപ്രമാണം കിട്ടിയെങ്കിലും അവനും പാപിയാണ്. അവനും നീതീകരണം പ്രാപിച്ചെങ്കിലേ മതിയാകെയുള്ളൂ ദൈവസന്നിധിയിൽ. ആ നീതീകരണം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ അല്ലാതെ മറ്റെങ്ങൊന്നും ലഭിക്കുന്നതല്ല എന്ന് റോമാലേഖനത്തിലൂടെ തെളിയിക്കുകയാണ് പൗലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിന് ഇത്രയും വലിയ പ്രാധാന്യം പുതിയ നിയമത്തിൽ ലഭിച്ചിരിക്കുന്നത്. രക്ഷയുടെ കാതലായ വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഈ പുസ്തകത്തിലാണ്. തുടർന്നും ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമുക്കത് ചിന്തിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.